ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ താങ്കൾ സമയം തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നേരത്തെ ഇവിടെ രണ്ട് മൂന്ന് ആളുകൾ സൂചിപ്പിച്ചു. അതിൽ റഹീമിനോട് എനിക്ക് ചോദിക്കാൻ, റഹീം പാർലമെൻറ്റിൽ തന്നെയല്ലേ പോയത്? അതോ ഡൽഹിയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചുറ്റിയടിച്ച് പോകുന്നതാണോ? അതോ ഡൽഹിയിൽ പാർലമെൻറ്റിൽ പോയില്ലേ ഇന്നത്തെ ബജറ്റ് അവതരണത്തിൽ? കാരണം അദ്ദേഹം ചോദിച്ച രണ്ട് കാര്യമുണ്ട്, പ്രധാനപ്പെട്ട രണ്ട് കാര്യം. ഈ രണ്ട് കാര്യവുമാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ. അതൊന്ന് കർഷകരുടെ കാര്യമാണ്. കാർഷിക മേഖലയിൽ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും അതുപോലെ തന്നെ വളർച്ചയുമാണ്. അതിനാണ് 1.52 lakh crore അനുവദിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഉൽപ്പാദനത്തിനു വേണ്ടി, അതിൻ്റെ ഉപഭോഗത്തിനു വേണ്ടി FPU അടക്കമുള്ള വിപുലമായ കാർഷിക മേഖലയിലെ നവീകരണത്തിന് വേണ്ടിയാണ് ബജറ്റ് പ്രസംഗത്തിൽ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി എടുത്തത്. എന്നിട്ട് റഹീം പറയുന്നു കാർഷിക മേഖല വെറുതെ ബ്ലണ്ടായിട്ട് ഇങ്ങ് അടിക്കുക. എൻ്റെ റഹീം വല്ലതൊക്കെ വായിച്ച് പഠിച്ചിട്ടൊക്കെ വാ, ഒരു MP ഒക്കെ അല്ലേ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് യുവാക്കളുടെ തൊഴിലാണ്. എൻ്റെ പൊന്നി ചങ്ങാതി, യുവാക്കൾക്ക് വേണ്ടിയാണ് ദേ കാണിച്ച് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. 500 മൾട്ടിനാഷണൽ കമ്പനിയിൽ നിങ്ങൾ പണ്ട് തൊഴിലില്ലായ്മ വേതനം കൊടുത്ത ആൾക്കാരല്ലേ? തൊഴിലില്ലായ്മ വേതനം വേണമെന്ന് പറഞ്ഞ കേരളത്തിൽ സമരം നടത്തി ആ തൊഴിലില്ലായ്മ വേതനം മേടിച്ചവരല്ലേ DYFക്കാർ? നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് നായനാർ ഭരിച്ചപ്പോഴും അതിനു മുമ്പ് ഇടതുപക്ഷക്കാർ ഭരിച്ചപ്പോഴും ഈ തൊഴിലില്ലാ വേതനം വേണം എന്ന് പറഞ്ഞിട്ട് ആ വേതനത്തിന് വേണ്ടി ബഹളം വെച്ചവരല്ലേ? ഇവിടെ വെറും വേതനമല്ല, ഇവിടെ 500 മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ്, ആ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ അവരെ വിദേശത്തോ അവിടെയോ അവരെ ജോലിക്കെടുക്കും. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ജോലി എന്ന് പറഞ്ഞാൽ, ഈ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ലാർജ് സ്കെയിലിൽ പബ്ലിക് സെക്ടറിൽ വേണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പബ്ലിക് സെക്ടറിൽ അല്ല ഭാരതീയ ജനതാ പാർട്ടി താല്പര്യം കാണിക്കുന്നത്. ഞങ്ങൾ കാണിക്കുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഒരു എക്കോ സിസ്റ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ആ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അല്ല, ഞാനൊന്ന് തീർത്തോട്ടെ, 2 പോയിന്റ് പറയാനുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. പുതിയ പദ്ധതികൾ ഞാൻ തീർക്കാം. പുതിയ പദ്ധതികൾ കൊണ്ടുവരും. ഈ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അദാനി അംബാനിയും തെറി പറഞ്ഞ് ഞങ്ങൾ ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എംപ്ലോയ്മെൻറ്റ് കൂടും. നിങ്ങളുടെ മനോഭാവമാണ് മാറ്റേണ്ടത്. തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ മാനുഫാക്ചറിങ്ങും തമിഴ്നാട്ടിലേക്ക് പോവുക, കർണാടകയിലേക്ക് പോവുക. തെറി പറഞ്ഞ് ഈ നാട്ടിൽ വന്നവരെ മുഴുവൻ ഓടിച്ചു. ഒരു ട്രാക്ടർ വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും ഓടിച്ചു. ആ നിലപാട് നിങ്ങൾ മാറ്റ്. ഇപ്പോൾ ഏറ്റവും അനുകൂലമായ 4 കോടി യുവാക്കൾക്ക് നൈപുണ്യം കൊടുത്ത് MSMEക്ക് എല്ലാ ആനുകൂല്യവും കൊടുത്ത് അങ്ങേയറ്റത്തെ ചാൻസാ. അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്ക്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പ്രേമേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു, ഈ ബീഹാറിൻ്റെ കാര്യവും അതുപോലെ ആന്ധ്രയുടെ കാര്യവും. ഞാനിതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ പറഞ്ഞു. ഇനി ഞാനിതിൻ്റെ ഒരു എക്കണോമിക് പൊസിഷൻ പറയാം. കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മോഹൻജി, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടുത്തെ അഭിലാഷ് മോഹന് ഇവിടുത്തെ അവതാരകൻ എന്ന നിലയിൽ ചോദിക്കുക, കേരള ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇടുക്കിക്ക് ഒരു പ്രത്യേക പാക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ വയനാടിനൊരു പ്രത്യേക പാക്കേജ് ഉണ്ട്. അതെന്തിനാണ് കൊടുക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങളും ഈക്വൽ അല്ലേ? തിരുവനന്തപുരത്തുള്ള കാഴ്ചപ്പാട് നമുക്ക് ഇടുക്കിക്ക് പറ്റുമോ? കാസർഗോഡ് ഞാൻ തീർക്കട്ടെ കഴിഞ്ഞ ബജറ്റിലോ അതിന് മുമ്പത്തെ ബജറ്റിലോ കൊടുത്തുകൂടായിരുന്നോ? ആന്ധ്രക്ക് കൊടുത്തുകൂടായിരുന്നോ? ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ബിൽ അനുസരിച്ചിട്ടുള്ള സഹായധന ആന്ധ്രക്ക് കൊടുത്തുകൂടായിരുന്നോ? 5-6 കൊല്ലം മുന്നേ കൊടുത്തില്ലല്ലോ. അന്ന് നായിഡു ചോദിച്ചപ്പോ പൊക്കോന്നല്ലേ പറഞ്ഞത്? അല്ല ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം. ഒന്നും ചോദിക്കാതെ ഈ 19-20 ആളുകൾ വലിയ പാറക്കല്ലും കൊണ്ട് നരേന്ദ്രമോദിയുടെ മോന്തയ്ക്കെറിയാൻ പോയിട്ടും കേരളത്തിന് കിട്ടിയില്ലേ? കേരളത്തിൽ ഇപ്പോൾ അഭിലാഷ് മോഹനൻ യാത്ര ചെയ്യുന്ന റോഡുണ്ടല്ലോ, അതൊക്കെ BJP സർക്കാരിന്റെ പണം കൊണ്ടുണ്ടാക്കിയ സ്ഥലമേറ്റെടുക്കാൻ കേരള സർക്കാർ കിഫ്ബി വഴി 5000 കോടി കൊടുത്തപ്പോഴാണ് ഇപ്പോൾ നടപ്പാവുന്നത്. ഈ ദേശീയപാത അതോറിറ്റി ദേശീയപാത ഹൈവേ പണി ഇപ്പോഴാണോ തീരുമാനിച്ചത്? എത്ര കാലം മുമ്പ് തീരുമാനിച്ചാണ്? പണി നടന്നിരുന്നില്ല, ഇപ്പൊ നടക്കുന്നു. നല്ല കാര്യം, അത്രേ ഉള്ളൂ. അതിപ്പോ ഔദാര്യമാണോ? ദേശീയപാത അതോറിറ്റി റോഡ് പണിയുന്നുണ്ട്. കേരളത്തിന് സ്ഥലമേറ്റെടുത്ത് കൊടുത്തില്ലേ? 5000 കോടി കിഫ്ബി വഴി കൊടുത്തില്ലേ? 25% ഈ ലാൻഡ് അക്വിസിഷന്റെ ഭാരം വഹിച്ചില്ല. ഇതെല്ലാം വന്നപ്പോഴാണ് റോഡ് വന്നത്.
നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല എന്നുണ്ടെ പിന്നെ ഞാൻ സമയം പോയി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. കർണാടക എടുത്തു കൊടുത്തിട്ടുണ്ട്, കേരളം മാത്രമൊന്നുമല്ല, കർണാടക എടുത്തു കൊടുത്തിട്ടുണ്ട് സ്ഥലം, മധ്യപ്രദേശ് എടുത്തു കൊടുത്ത സ്ഥലം. നിങ്ങൾ കേരളം മാത്രം എടുത്തു കൊടുത്തു, കേരളം മാത്രം എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത് എന്ന് പറഞ്ഞതാണ്. കേരളം മാത്രം എടുത്തു കൊടുത്തു എന്നല്ല പറഞ്ഞത്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഇപ്പോൾ 26,000 കോടി ബീഹാറിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രം ഉണ്ടല്ലോ. കേരളത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു നമ്പറും കേട്ടില്ല. 26,000 കോടി ബീഹാറിലെ റോഡ് പണിയാനുണ്ട്. കേരളത്തിൽ ഇപ്പോ ഓൺഗോയിങ് ആണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രോജക്ട്. അത്രേ ഉള്ളൂ, അതിനൊന്നുമില്ല. ഞാനൊന്ന് സംസാരിക്കട്ടെപ്പാ. നിങ്ങള് അങ്ങനെ പ്രസംഗിക്കല്ലേ? ബജറ്റ് പ്രസംഗം നടത്തുന്നത് നിർമ്മലാ സീതാരാമനാ, നിങ്ങളല്ലല്ലോ. നിങ്ങൾ ചോദ്യമല്ല ചോദിക്കുന്നത്. രണ്ട് കാര്യം പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ല, അത് ഞാനൊന്ന് സംസാരിക്കട്ടെപ്പാ. നിങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? നിങ്ങൾ പ്രസംഗിക്കുക, എന്നിട്ട് സമയം പോയി എന്ന് പറയാം. എന്റെ പോയിന്റ് ഒന്ന് നിങ്ങൾ കേക്ക്. അതായത് അടുത്ത കാലത്ത് വിഭജിക്കപ്പെട്ട ഒരു സംസ്ഥാനം എന്ന നിലയിൽ ക്യാപിറ്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ആന്ധ്രയിൽ കൊടുത്തത്. ബീഹാറിൽ കൊടുത്തിട്ടുണ്ട്. ബീഹാറിൽ കൊടുക്കുന്നത് കേരളത്തിൽ ഇടുക്കിക്കും വയനാടിനും കൊടുക്കുന്നത്. ശരി, ഓക്കെ, അതാണ് പെട്ടെന്ന് മറുപടി. എനിക്ക് സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഇതിന് മറുപടി എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.